എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. സിൽക്ക് സ്മിത മരണപ്പെട്ടു, ആത്മഹത്യയായിരുന്നു. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് റിപ്പോർട്ടുകൾ ചിലത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ, നമുക്ക് അതിനെക്കുറിച്ച് പോവാം ഈ വീഡിയോയിൽ. സിൽക്ക് സ്മിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തെന്നിന്ത്യൻ താരമായിരുന്നു സിൽക്ക് സ്മിത എന്നറിയാം. തെന്നിന്ത്യൻ താരം എന്ന് പറഞ്ഞാൽ വെറും താരമല്ല, ഒരു മാദക നടി എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു സിൽക്ക് സ്മിത. നല്ല ഭംഗിയുള്ള ഉരുണ്ട ശരീരവും നല്ല തിളക്കമുള്ള കണ്ണുകളുമാണ് അവരെ കൂടുതലായിട്ട് പ്രേക്ഷകരെ അവരിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അവരുടെ ആദ്യത്തെ പേര് വിജയലക്ഷ്മി എന്നായിരുന്നു. 1960 ഡിസംബർ 2 ആന്ധ്രാപ്രദേശിലെ ഏളൂർ എന്ന ചെറിയൊരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം. 1996 സെപ്റ്റംബർ 23 അവർ സിനിമാ ലോകം മാത്രമല്ല സിനിമാ പ്രേമികളെ വിട്ടിട്ട് മറ്റൊരു ലോകത്തിലേക്ക് യാത്ര പോയത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിവ കൂടാതെ ചില ബോളിവുഡ് സിനിമകൾക്കായിട്ടും വേഷമിട്ടിട്ടുണ്ട്. ഒരു എക്സ്ട്രാ നടിയായിട്ടാണ് അവരെ സിനിമാ ലോകം കണ്ടിരുന്നത്. മലയാളത്തിലാണെങ്കിൽ മോഹൻലാലിന്റെ സ്ഫടികം എന്ന ചിത്രത്തിൽ അവരുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ കർമ്മ, തുമ്പോളി കടപ്പുറം, അതുകൂടാതെ അവര് ഒരു അഡൾട്ട് മൂവിലും വന്നിട്ടുണ്ട്. ലയനം എന്ന് പറയുന്ന അഡൾട്ട് മൂവിൽ നായികയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. 1979 അവർ ആദ്യമായിട്ട് സിനിമയിലേക്ക് വന്നത്. അതായത് ഒരു തമിഴ് സിനിമയിൽ സിൽക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആയിട്ട് അഭിനയിച്ചിട്ട്. അതിൽ ആദ്യത്തെ അവരുടെ സിനിമ വണ്ടിച്ചക്രം എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഒരു ബാർ ഡാൻസറുടെ വേഷമായിരുന്നു അതിൽ. അതുകൂടാതെ സിലുക്ക് 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 എന്ന സിനിമയിലെ അഭിനയം കൂടി ഈ 2 സിനിമകൾ വന്നപ്പോൾ അവർക്ക് സിൽക്ക് സ്മിത എന്ന പേരാണ് അവർക്ക് സിനിമാ ലോകം ഇട്ടുകൊടുത്തത്. വിടർന്ന കണ്ണുകളും ആകർഷകമായ ഒരു ചിരി, പിന്നെ മാദക സൗന്ദര്യം എന്നൊക്കെ നാം പറയില്ല, അതുപോലെയാണ് അവരുടെ സിനിമ അഭിനയം. 80കളുടെ തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കി വാണിരുന്ന ഒരു നടിയാണ് സിൽക്ക് സ്മിത. ആ കാലഘട്ടത്തിൽ വെറുതെ ഒരു ഗാനരംഗം പോലും ഇവരെ വെച്ചിട്ട് നിർമ്മാതാക്കൾ അല്ല സംവിധായകർ ഉൾപ്പെടുത്തിയിരുന്നു. അവിടെ നിന്ന് 17 വർഷത്തെ അവരുടെ സിനിമാ ജീവിതം, അഭിനയ ജീവിതം അത് കളഞ്ഞിട്ടാണ് ആ 17 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഏകദേശം 450-ലധികം ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചത്. അവരുടെ അവസാന ചിത്രം 1995 പുറത്തിറങ്ങിയ തങ്കത്താമരയാണ്. സിൽക്ക് സ്മിതയുടെ ബാല്യകാലം നമ്മൾ നോക്കിയാൽ കഠിനമായിരുന്നു. അതായത് വീട്ടിലെ സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് 4ാം ക്ലാസ്സിൽ അവർ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. അതുകൂടാതെ 14ാം വയസ്സിൽ അവർ വിവാഹിതയായി. എന്നാൽ അവർക്കൊരു മെച്യൂരിറ്റി ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഭർത്താവിൻ്റെയും വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന് ആ ബന്ധം അവർ ഉപേക്ഷിച്ചു. പിന്നെ അവർ ചില മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് സിനിമയിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ AVS സ്റ്റുഡിയോയ്ക്ക് സമീപം വെച്ച് ഈ സ്മിതയെ സംവിധായകനും നടനുമായ വിനു ചക്രവർത്തി കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് അവരെ വീണ്ടും സിനിമയിലേക്ക് എൻറോൾ ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹമാണ് അവരെ വിജയലക്ഷ്മി എന്ന പേര് മാറ്റി സ്മിത എന്ന് പേര് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവരെ ഇംഗ്ലീഷെല്ലാം പഠിപ്പിച്ചു. അപ്പോൾ ഡാൻസും അഭിനയവും ഇംഗ്ലീഷും അവർ ആ സമയത്ത് പഠിച്ചു. അതുകൂടാതെ ഇന്റർവ്യൂലൊക്കെ വിദ്യാഭ്യാസം ഇത്ര കുറവായിരുന്നു കേട്ടോ, അവര് ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കുന്നത് കണ്ടിട്ട് പ്രേക്ഷകരെല്ലാം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നാട്ടിൻ പുറത്തെ ഒരു സാധാരണ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു പെൺകുട്ടി ഒരു സിനിമാ താരത്തിന്റെ എല്ലാ പ്രൗഢിയോടും എത്താനായിട്ട് പ്രാപ്തമായത് നമുക്ക് വിനു ചക്രവർത്തി എന്ന ആളാണ്. അതുകൂടാതെ അദ്ദേഹത്തിന് ഭാര്യയും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരുടെ കരിയറിൽ ഒരു വഴിത്തിരിവായത് രജനികാന്തിന്റെ മുണ്ടുമുഖം എന്ന സിനിമയാണ്. 1982 പുറത്തിറങ്ങിയ മുണ്ടുമുഖം. ആ ചിത്രത്തോടെയാണ് സൗത്ത് ഇന്ത്യയിൽ മൊത്തം, കാരണം രജനികാന്താണ് അതിന്റെ നായക, അപ്പൊ സൗത്ത് ഇന്ത്യയിൽ മൊത്തം അവർക്കൊരു ഹൈപ്പ് ആ ചിത്രത്തിൽ നിന്ന് നേടാനായിട്ട് സാധിച്ചു. അതിനുശേഷം ആ സിനിമയിൽ ശേഷം 80കളിൽ അവർ വളരെ തിരക്കുള്ള ഒരു അഭിനേത്രിയായിട്ട് മാറി. അവിടെ നിന്ന് 17 വർഷക്കാലത്ത് റസ്റ്റില്ലാതെ ഒരു അഭിനയ പാഠവമാണ് അല്ലെങ്കിൽ ഒരു അഭിനയമാണ് അവർക്ക് ഉണ്ടായത്. തിരക്ക് പിടിച്ച ഒരു നടിയായിട്ട് മാറി അവിടെ നിന്ന് ശേഷം. എന്നിട്ട് അവർ 1996 സെപ്റ്റംബർ 23 ചെന്നൈയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ അവരെ കണ്ടെത്തി. അതിന് കാരണം ഇതുവരെ ആർക്കും കണ്ടെത്തില്ല. പക്ഷെ ഇപ്പോൾ നടി മരിച്ചിട്ട് ഏകദേശം 28 വർഷങ്ങൾക്ക് അധികമായി. ഏകദേശം 36 വയസ്സുള്ള ആ തിളങ്ങി നിൽക്കുന്ന ആ സമയത്താണ് അവർ ആത്മഹത്യ ചെയ്തത്. അതിന് കാരണം പലരുടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. ആ സമയത്ത് ചെന്നൈയിലൊക്കെ ചില മഞ്ഞപത്രങ്ങളിൽ പലതും അടിച്ചു വന്നിരുന്നു. പക്ഷെ പ്രണയവഞ്ചന ആണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. വിവാഹത്തിന് ശേഷം വീണ്ടും സിനിമാ മേഖലയിലോ അല്ലാതെയോ അവർ ചില പുരുഷന്മാരെ പ്രണയിച്ചിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവർക്ക് മറ്റുള്ള രീതിയിലാണ് ഇവരെ കണ്ടിരുന്നത്. അങ്ങനെ അവരെ പ്രണയം സക്സസ് ആയിരുന്നില്ല.
നിരന്തരമായി പ്രണയിച്ചവരെല്ലാം അവരെ വഞ്ചിക്കാൻ തുടങ്ങിയത് ജീവിതം ഒരു നിരാശയിലേക്ക് അല്ലെങ്കിൽ പടുകുഴിയിലേക്ക് വീണു എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരും പറഞ്ഞിരുന്നത് ആ കാലത്ത്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവർ അഭിനയിക്കുന്ന സിനിമകളെല്ലാം വിജയിച്ചു, പക്ഷെ അവർ ചില സിനിമകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്, പക്ഷെ ആ നിർമ്മിച്ച സിനിമകൾ പരാജയപ്പെട്ടു. അപ്പം അങ്ങനെയും അവർക്ക് ചില സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ചില പരാജയങ്ങൾ അവിടെയും സംഭവിച്ചു. അതിനുശേഷം അവരൊരു വിഷാദ രോഗത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ചികിത്സിച്ച ഒരു ഡോക്ടറുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മകനുമായി പെട്ടെന്ന് അടുപ്പത്തിലാവുകയും സിൽക്ക് സ്മിത അവരുടെ പ്രണയം നീണ്ടു പോവുകയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് വിവാഹിതരാവാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ സിൽക്ക് സ്മിത എന്ന ഒരു നടിയെ മരുമകളായിട്ട് സ്വീകരിക്കാൻ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഡോക്ടർ തയ്യാറായിരുന്നില്ല. അങ്ങനെ മകനെ ഈ പ്രണയത്തിൽ നിന്ന് ആ പിതാവ് പിന്തിരിപ്പിക്കുകയാണ്. ഇതും കേട്ടപ്പോൾ അവർ തീർച്ചും മാനസികമായി സിൽക്ക് സ്മിത ആകെ വഞ്ചിക്കപ്പെട്ടു വീണ്ടും. അതാണ് അവരുടെ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് എത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല, പക്ഷെ പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് സിൽക്ക് സ്മിതയെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.